ആരുടെയെങ്കിലും വീട്ടിൽ 2 പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിന്റെ മക്കളുടെ മയ്യത്ത് അല്ലാഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിങ്ങളുടെ ആയുസ് കുറച്ചു കളയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട് പറയുന്നു, ഈ പറയുന്ന 2 തെറ്റുകൾ നിന്റെ ഭർത്താവിനുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. നീ നിന്റെ ഭർത്താവിന്റെ കാലി പിടിച്ച് കരഞ്ഞിട്ടോ പട്ടിണി കിടന്നിട്ടോ നീ പറയണേക്ക നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റി, നിങ്ങളുടെ ഈ സ്വഭാവം മാറ്റ്. ഇല്ല, നീയും നിന്റെ ഭർത്താവിന്റെ കൂടെ കൂടിയ നീ വിധവയായി പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആയുസ് കുറച്ചു കളയുന്ന 2 തെറ്റുകളുണ്ട്. ആ 2 തെറ്റിൽ ഒന്നാമത്തത്, ഹറാമായ സമ്പത്ത് ആരുടെ വീട്ടിലുണ്ടോ അള്ളാഹു അവന്റെ ആയുസ് വെട്ടിച്ചുരുക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. നീ ഇങ്ങനെ പലിശ കച്ചവടം നടത്തി, കള്ള് കച്ചവടം നടത്തി, ലോട്ടറിയും എടുത്ത് എളുപ്പത്തിൽ പണക്കാരനാകാൻ നീ ഇങ്ങനെ ഇട്ടോട്ട് ഓടുമ്പോൾ നിനക്ക് തിന്നാനുള്ള യോഗം അള്ളാഹു തരൂല, നിനക്ക് സുഖിക്കാനുള്ള ആയുസ് അള്ളാഹു തരൂല. നിന്നെ നേരത്തെ അള്ളാഹു വിളിച്ചു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് പണത്തിനോടുള്ള ആർത്തി അങ്ങ് കളഞ്ഞാ മതി. അള്ളാഹു നിനക്ക് നല്ല മരണം തരും. അള്ളാഹു നൽകുമാറാകട്ടെ, അള്ളാഹു നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, പണം നമുക്ക് എന്ത് നേടാനാ? ആരോ മരിച്ചു പോകുമ്പോ ആരെങ്കിലും, യൂസുഫ് അലി, ഇപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അറിയുന്ന ആളാ യൂസുഫ് അലി. യൂസുഫ് അലി മരിച്ച എന്തോ കൊണ്ടുപോകും, എന്തുമുണ്ടാ. യൂസുഫ് അലിയെ പള്ളിയിൽ കൊണ്ടുവന്ന് കബറടക്കുമ്പോ ഇന്ന് യൂസുഫ് അലി ഫ്ലൈറ്റിലേ പോകത്തുള്ളൂ, ബെൻസിലൊക്കെ പോകത്തുള്ളൂ. എന്നാ നല്ല കോട്ടും ഷൂട്ടൊക്കെ ഇട്ട് നടക്കണ മനുഷ്യനാ. പക്ഷെ യൂസുഫ് അലി മരിച്ച 3 കഷ്ണം വെള്ളത്തുണി അതിലേ പൊതിയൂ, വേറെ ഒന്നും പൊതിയൂല, വേറെ ഒരു പ്രത്യേക പരിഗണനയുമില്ല. മയ്യത്ത് കട്ടില് അവിടെ മോഡലൊന്നും ഇല്ല, എല്ലാവർക്കും ഒരേ മോഡല് തന്നെ. ആ മനുഷ്യനെ കൊണ്ടുപോയിച്ചിരിക്കുന്ന 6 അടി മണ്ണിനകത്ത് തന്നെ, വേറെങ്ങുമല്ല. അതേപോലെ തന്നെ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവൻ മരിച്ചാൽ ഇതേ അവസ്ഥ തന്നെയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മരണമെത്തി എന്ന് മനസ്സിലാക്കി മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങിയിരുന്നിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം പടച്ചവനെ. മരണത്തിന് വേണ്ടി തയ്യാറെടുത്ത് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് മരിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്ന് അറിയാൻ വല്ല വഴിയുണ്ടോ? നിങ്ങളോടാ ചോദ്യം. ഒരു മനുഷ്യന്റെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഉണ്ടോ ഇല്ലേ? നിങ്ങളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ്. ഇതിലെ ഗർഭിണി പെണ്ണുങ്ങൾ പ്രസവിക്കാതിരിക്കണ പോലെ, കടപ്പുറത്ത് ഈ ബീച്ചിൽ ഇരിക്കണ പോലെ ഇരിക്കല്ലേ, ഇത് സ്വർഗം. എല്ലാവരും എഴുന്നേറ്റ്. നിങ്ങൾക്കെല്ലാവർക്കും പള്ളിക്കുഴിക്ക് പോകാൻ സമയമായോ എന്നറിയാൻ 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞു നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾക്ക് മരണം എടുത്തിട്ടുണ്ടോ? വേറെ ആരുടെ കാര്യമല്ല, നിനക്ക് പോകാൻ സമയം. നീ എല്ലാവർക്കും മരിക്കൂലേ? എല്ലാരും മരിക്കൂലേ? മരിക്കുമെന്ന് വിശ്വാസമുള്ളവർ കൈ പൊക്കിക്ക്. അതിനെന്താ ഒരു അരക്കയ്യിൽ നിൽക്കുന്ന ഒന്ന് പൊക്കിക്ക നല്ലതുപോലെ. മരിക്കൂല്ലേ? പിന്നെ എന്തേ നന്നാകാത്തെ? എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരിക്കുമെന്ന്. പിന്നെ നന്നാകാത്തത് നിന്റെ ശൈത്താൻ ഇങ്ങനെ പറയടാ, പോണ്ടടാ, നടക്കുന്ന 90-80 വയസ്സുള്ളവരൊക്കെ നടക്കുന്ന നീ ചെറുപ്പക്കാരനല്ലേടാ, നിനക്ക് അസുഖമൊന്നുമില്ല, നീ ഇപ്പോഴെങ്ങും മരിക്കൂല. ഇതുകൊണ്ടാ. ആരാ പറഞ്ഞത് നീ ഇപ്പോഴെങ്ങും മരിക്കൂല എന്ന്? മരണത്തിന് 3 അടയാളമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. മരണത്തിന്റെ അടയാളം കേൾക്കണോ? കേൾക്കാൻ താല്പര്യമുള്ളവർ കൈവക്കിക്ക്. പൊക്കിയാലും പൊക്കിയില്ലെങ്കിലും മലക്കുൽ മൗത്ത് നിന്നെ പൊക്കിയിരിക്കും. നിനക്കിനി പേടിയാണെന്ന് പറഞ്ഞിട്ട് മലക്കുൽ മൗത്ത് തിരിച്ചൊന്നും പോവില്ല. ഞാനൊരു 3 അടയാളം പറഞ്ഞു തരാം. ഈ അടയാളത്തിൽ ഒരെണ്ണമെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്തോണം. ഈ സദസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പ് നീ അള്ളാഹിനോട് തൗബ ചെയ്തോണം, പൊട്ടിക്കരഞ്ഞോണം. വീടെത്തൂല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നല്ലതുപോലെ കേട്ടോ പെണ്ണുങ്ങളൊക്കെ, നിനക്ക് റിമോട്ട് മാറ്റിയിട്ട് നന്നാകാൻ സമയമായോ എന്ന്? നീ എല്ലാവരുടെ മയ്യത്ത് കാണുന്നു, നിനക്ക് കബറ് വെട്ടാൻ സമയം അടുത്തിട്ടുണ്ടോ എന്നുള്ളതിന്റെ 1ാമത്തെ അടയാളം. എന്റെ പ്രിയമുള്ളവരെ, നല്ലതുപോലെ ഒന്ന് നോക്കൂ. വീട്ടിലെങ്ങും പോണ്ട, ഇവിടെ നിന്ന് ചിന്തിക്ക്. ബയാദു ശഅരിക ബഅദ സവാദിഹി, നിന്റെ തലയിലെയും താടിയിലെയും കറുത്ത രോമമുണ്ടല്ലോ. നിന്റെ തലയിൽ ഇങ്ങനെ നീണ്ടു കിടക്കണ ഈ മുടിയുണ്ടല്ലോ, ഈ കറുത്ത മുടികൾക്കിടയിൽ എവിടെയെങ്കിലും ഒരു വെള്ള രോമം കാണുന്നുണ്ടെങ്കിൽ നിനക്ക് കുഴി വെട്ടാൻ സമയമായി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്ക നബി മുഹമ്മദ് മുസ്തഫ. മരണത്തിന്റെ 1ാമത്തെ അടയാളം നല്ലതുപോലെ നോക്കിക്കോ. താടിയിലും തലയിലൊക്കെ
ഒരൊറ്റ ഒരു വെള്ള കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറെടുത്തോ, പൊരുത്തം ചോദിച്ചോ, കടം വീട്ടിക്കോ, ഒരുങ്ങിക്കോ, സമയം അടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. എല്ലാം ഏകദേശം തീരുമാനമായില്ലേ? അപ്പൊ ഉസ്താദന്മാരൊക്കെ എല്ലാം വരച്ചിരിക്കുക. അപ്പൊ ഇവിടെ ഇരിക്കണവരൊക്കെ ഹത്തീബ് ഉസ്താദ് നിങ്ങളാ? ഹത്തീബ് ഉസ്താദിന്റെ ഒക്കെ എല്ലാം നരച്ചിരിക്കുക. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല യാത്ര നൽകുമാറാകട്ടെ. ആ മനുഷ്യന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരിക്കും, അല്ലാതെ വേറെന്തോ. എല്ലാവരുടെ ആഗ്രഹം അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. അപ്പൊ മുടി നരച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കോ. നീ ക്ലീൻ ഷേവ് ചെയ്താലും പെയിന്റ് അടിച്ചാലും പിഴുത് കളഞ്ഞാലും അടയാളം തന്നെയാ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നരച്ച മുടി ഒരിക്കലും പിഴുത് കളയരുത്. നരച്ച മുടി ഒരിക്കലും പിഴുത് കളയരുത്. പിഴുത് കളയാതെ മുടി ഇങ്ങനെ കൊണ്ടു നടന്നാൽ നാളെ പരലോകത്ത് വരുമ്പോ ആ നര പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ മരണത്തിന്റെ ഒന്നാമത്തെ അടയാളം മുടി നരയ്ക്കല. ഇനിയിപ്പൊ നരയ്ക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ രണ്ട്, അസുഖങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? രോഗങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? നിത്യമായിട്ടുള്ള രോഗങ്ങൾ, പ്രഷറും ഷുഗറും കൊളസ്ട്രോളും തൈറോയിഡും BP എല്ലാ രോഗ. ഇന്നിപ്പോ അസുഖമില്ല എന്ന് പറയുന്നത് ഒരു മാനക്കേടായി കാണുന്ന കാലമാണ്. ചോദിക്കട, നിനക്ക് പ്രഷറുണ്ടോ, ഷുഗർ ഉണ്ടോ, കൊളസ്ട്രോൾ ഇല്ല? നിത്യമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉമ്മച്ചി നീ പെട്ടെന്ന് നന്നായിക്കോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മൂന്നാമത്തെ അടയാളം, പഴയതുപോലെ ആരോഗ്യമൊന്നുമില്ല, ഓടാനും ചാടാനൊന്നും വയ്യ, നടുവേദന, കസേരയിൽ ഇരുന്നിട്ടാ നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, പഴയ ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു. നെഞ്ചു വിരിച്ച് നടന്നവനായി ഇന്നിപ്പോ കുനിഞ്ഞു തുടങ്ങി. ഇത് മരണത്തിന്റെ മൂന്നാമത്തെ അടയാളമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നന്നാവാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. ഇരിക്കുക, ആർക്കും നിൽക്കാൻ വയ്യ, പടച്ചനല്ലേ. മരണത്തിന്റെ അടയാളം പറയുമ്പോൾ നിന്ന് കേൾക്കാനുള്ള മനസ്സുപോലും ഇല്ല. നരേന്ദ്രമോദി പറഞ്ഞു 500 1000 മാറാം മണിക്കൂർ ബാങ്കിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. മരിക്കാൻ കിടന്നവർ വരെ എഴുന്നേറ്റ് പോയി, ഒരു കുഴപ്പമില്ലായിരുന്നു. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതങ്ങനെ ചിലർക്ക് ദുനിയാവിന്റെ കാര്യം പറഞ്ഞാലേ മനസ്സിലാവൂ, ആഖിറം പറഞ്ഞാൽ മനസ്സിലാവൂല. ചില ആൾക്കാർക്ക് ദുനിയാവ് പറഞ്ഞാലേ മനസ്സിലാവൂ. ഒരു കഥ കേൾക്കാൻ സമയം ഉണ്ടാവോ? ദുനിയാവിന്റെ പുറകിൽ പോകുന്നവന്റെ അവസ്ഥ എന്തെന്നറിയോ? മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈസാ നബി അലൈഹിസ്സലാം, റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഒന്ന് പറ മനുഷ്യന്മാരെ, നബിയുടെ പേരല്ലേ പറഞ്ഞ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. നമ്മളെ ഇങ്ങനെ വരാതിരിക്കല്ലേ ചങ്ങാതി. ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ ജോലി ചെയ്യണേ. അപ്പൊ ചങ്ങനാശ്ശേരിയിൽ കുറച്ചപ്പുറത്ത് വരുമ്പോ ഒരു വലിയ ക്രിസ്ത്യാനികളുടെ പള്ളി പൊളിച്ചിട്ട് പണിയാ. എത്രയോ കോടി രൂപ, 4-5 കോടി രൂപ മുടക്കിയിട്ട് ഈ പള്ളി ഇങ്ങനെ കെട്ടുക. അപ്പൊ ഒരു ചെറിയ പയ്യൻ പറഞ്ഞു, എത്ര പണിതാൽ എന്താ ഉസ്താദെ, നമ്മുടെ കൈ വരാനുള്ളതല്ലേ, പണിയട്ടെ നല്ലപോലെ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവനിങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലായില്ല, ചെറിയ കുട്ടി. ഞാൻ ചോദിച്ചു, എന്തേ മോനെ, അതെങ്ങനാടാ ഈ പള്ളി നമ്മുടെ കൈ വരണേ? ഈസാ നബി വരുമ്പോ ഇതെല്ലാം നമ്മുടെ കയ്യിൽ വരത്തില്ലേ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഓന്റെ ദീർഘവീക്ഷണം അതായിരുന്നു. ഇവരെത്രയൊക്കെ കെട്ടിപ്പൊക്കിയാലും ഈസാ നബി അലൈഹിസ്സലാം കടന്നു വരുമ്പോ ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുമല്ലോ എന്ന്. അതാ നമ്മുടെ മക്കള്. ഇന്ന് വേറെ ചിന്തയാ നമ്മുടെ മക്കൾക്ക്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാം ഒരു യാത്ര പോയപ്പോ കൂടെ ഒരു മനുഷ്യൻ വന്നു കൂടി. ഒരു മനുഷ്യൻ കൂടെ വന്നിട്ട് പറഞ്ഞു, നബിയെ എന്നെ കൂടെ കൊണ്ടുപോ നബിയെ, ഞാനും വരുന്നു നബിയെ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, കൂടിക്കോളാൻ. രണ്ടുപേരും കൂടെ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു ഗ്രാമത്തിലൂടെ കേറിയിട്ട് വേണം പോകാൻ. ഒരു ചെറിയ ഗ്രാമത്തിലൂടെ കേറിയിട്ട് വേണം പോകാൻ. അപ്പൊ ഈ രണ്ടുപേരും കൂടെ ആ ഗ്രാമത്തിലേക്ക് എത്തിയപ്പോ ജനങ്ങൾ മുഴുവനും ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്ന് മുസാഫഹത്ത് ചെയ്ത്. ഒരു പ്രവാചകനാണല്ലോ, എല്ലാവരും ബഹുമാനിച്ചു. എന്നിട്ട് ഇവർക്ക് യാത്രക്കാരാണല്ലോ, കഴിക്കാൻ വേണ്ടി ഒരു 3 ചപ്പാത്തി എടുത്തു പൊതിഞ്ഞിട്ട് ഈ കൂടെ വന്ന മനുഷ്യന്റെ കയ്യിൽ കൊടുത്തു. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വിരുദ്ധനാണെങ്കിൽ 3 ചപ്പാത്തിയിൽ നിന്ന് ഒരെണ്ണം നബി കാണാതെ എടുത്തങ്ങ് തിന്നു ഒറ്റക്കിരുന്ന്. എന്നിട്ട് 2 എണ്ണം ഇങ്ങനെ പൊതിഞ്ഞു. ഈസാ നബി വന്നു, യാത്ര ഇങ്ങനെ തുടങ്ങി. ഇങ്ങനെ നടന്നു പോകുമ്പോ ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, അവിടെ നിന്ന് എന്താ തന്നത്? ചപ്പാത്തി തന്നു നബിയെ. എത്ര എണ്ണം തന്നു? 2 എണ്ണവേ തന്നുള്ളൂ നബിയെ. ഈസാ നബി ചോദിച്ചു, 3 എണ്ണം തന്നില്ലേ? ഇല്ല നബിയെ, 2 തന്നുള്ളൂ. കള്ളം പറഞ്ഞു. നടന്ന് ഇതുപോലെ ഒരു സമുദ്രത്തിന്റെ മുന്നിലെത്തി. അക്കരയിലേക്ക് പോകാൻ ഒരു വഴിയുമില്ല. ഈ മനുഷ്യൻ ഈസാ നബിയോട് ചോദിച്ചു, ഇനി നമ്മൾ എങ്ങനാ നബിയെ പോകുന്നത്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ എന്റെ കയ്യിൽ പിടിക്കാൻ. കയ്യിൽ പിടിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് ഈ വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് അക്കരയിൽ പോയി. വെള്ളത്തിന്റെ മുകളിലൂടെ നമ്മൾ റോഡിൽ നടക്കണ പോലെ നടന്ന്
അക്കരയിലെത്തിയപ്പോ ഈ മനുഷ്യൻ പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്തൊരു അത്ഭുതം പടച്ചവനെ, വെള്ളത്തിന്റെ മുകളിലൂടെ ഒക്കെ നടക്കാന്ന് വെച്ചാ എന്തൊരു അത്ഭുതമാ. ഇങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞപ്പോ ഈസാ നബി ചോദിച്ചു, എടാ അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ള നബിയെ. അപ്പോഴും കള്ളം പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്നു കാണിച്ചു. എന്നിട്ട് ചോദിച്ചു, എത്ര? 2 തന്നുള്ളൂ. ഈസാ നബി മിണ്ടിയില്ല. കുറച്ചു മുന്നോട്ട് നടന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് വിശക്കുന്ന നബിയെ. ഈസാ നബി അലൈഹി ഇസ്ലാം ഈ മനുഷ്യനും കൂടെ ഒരു മാനിനെ പിടിച്ചു, അറുത്തു, ചുട്ടു, നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചു. കഴിച്ചിട്ട് എല്ലുകൾ മുഴുവനും പിറക്കി ഒരുമിച്ച് വെച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പറഞ്ഞു തീരുമ്പോ ഈ മാൻ എഴുന്നേറ്റ് ഓടുക. ഈ മാൻ എഴുന്നേറ്റ് ഇങ്ങനെ ഓടുക. ഈ മനുഷ്യൻ അപ്പോഴും പറഞ്ഞു, സുബ്ഹാനല്ലാ, എന്തൊരു അത്ഭുതം പടച്ചവനെ. ഈസാ നബി അവനോട് ചോദിച്ചു, അവിടെ നിന്ന് എത്ര ചപ്പാത്തി തന്നടാ? 2 തന്നുള്ളൂ നബിയെ. നിങ്ങൾ ആലോചിക്ക. വീണ്ടും മുന്നോട്ട് നടന്നു. ഇതുപോലൊരു മരുഭൂമിയിലെത്തി. ഈസാ നബി അലൈഹിസ്സലാം മണ്ണ് വാരിയിട്ട് കൂട്ടാൻ പറഞ്ഞു. 3 കൂന കൂട്ടാൻ പറഞ്ഞു. മണ്ണിങ്ങനെ വാരി വാരി 3 കൂനയായി ഇങ്ങനെ കൂട്ടിവെച്ചു. ഈസാ നബി അതിന്റെ മുകളിൽ കൈവച്ചിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞപ്പോ 3 സ്വർണ്ണക്കട്ടയായി മാറി. ഈസാ നബി പറഞ്ഞു, 1 എനിക്ക്, 1 നിനക്ക്. ഈ മനുഷ്യൻ ചോദിച്ചു, നമ്മൾ 2 പേരല്ലേ ഉള്ളു നബിയെ, ഈ 3ാമത്തത് ആർക്കുള്ളതാ? നമ്മൾ 2 പേരല്ലേ ഉള്ളൂ, ഈ 3ാമത്തെ സ്വർണ്ണക്കട്ട ആർക്കുള്ളതാ? ഈസാ നബി പറഞ്ഞു, അവിടെ നിന്ന് തന്ന 3 ചപ്പാത്തിയിൽ 1 എടുത്തവനുള്ളതാ. ഈ മനുഷ്യൻ പറഞ്ഞു, വല്ലാഹി സത്യം ഞാനാ എടുത്തത് നബിയെ. നിങ്ങൾ ആലോചിച്ച്, ഈ ദുനിയാവ് കാണിച്ചു കൊടുത്തപ്പോ അവൻ പറഞ്ഞു. വെള്ളത്തിന്റെ മുകളിലൂടെ നടന്ന് കാണിച്ചു. ജീവനില്ലാത്തൊരു വസ്തുവിന് ജീവൻ കൊടുത്ത് കാണിച്ചു. തിരിഞ്ഞൂല, അവന് തിരിഞ്ഞില്ല. പക്ഷെ പണം കാണിച്ചപ്പോ ചാടി വീണു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചരിത്രം പരിപൂർണമായി പറയാം. ഈസാ നബി പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, 3 നീ എടുത്തു. ഈ 3 സ്വർണ്ണക്കട്ടയും നീ എടുത്തോ. ഈ മനുഷ്യൻ ആർത്തിയോടുകൂടി ഇങ്ങനെ വാരുക. അപ്പൊ നോക്കുമ്പോ 3 ചെറുപ്പക്കാര് കുതിരയുടെ മുകളിൽ വരിക. 3 പേര് വരിക. മരുഭൂമിയ, പിന്നെ പറയേണ്ടതുണ്ടോ? അന്നത്തെ കാലഘട്ടമല്ലേ. 3 പേര് വരുമ്പോ ഒറ്റയ്ക്കൊരുത്തൻ സ്വർണ്ണക്കട്ടയായിട്ടിരിക്കുക. വെച്ചേക്കുവോ? 3 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. 3 പേരും കൂടെ അവനെ തല്ലിക്കൊന്നു. എന്നിട്ട് സ്വർണ്ണങ്ങൾ വാരി വാരി നിറയ്ക്ക. സ്വർണ്ണക്കട്ടകൾ വാരി നിറച്ചു. ആ സമയത്ത് ഒരാള് പറഞ്ഞു, നല്ല ക്ഷീണമുണ്ട്, ഒരാള് പോയിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് വാ, ഞങ്ങൾ 2 പേരും ഇവിടെ ഇരിക്കാം, കഴിച്ചിട്ട് നമുക്ക് 3 പേർക്കും ഒരുമിച്ച് പിരിയാം. അങ്ങനെ ഈ 3 പേരിൽ ഒരു മനുഷ്യൻ ഭക്ഷണം വാങ്ങുന്നതിന് വേണ്ടി അങ്ങോട്ട് പോയപ്പോ ഈ കാവലിരുന്ന 2 ചെറുപ്പക്കാരിൽ ഒരുത്തൻ പറഞ്ഞു, അളിയ, ഇവൻ ഭക്ഷണവുമായിട്ട് തിരിച്ചു വരുമ്പോ ഇവനെ അങ്ങ് കൊന്നുകളഞ്ഞ അവൻ്റെത് നമുക്ക് 2 പേർക്കും പകുതി പകുതി എടുക്കാലോ, എന്തിനാ വെറുതെ കൊടുക്കണേ? ഇവൻ ഭക്ഷണവുമായി തിരിച്ചു വരുന്ന സമയത്ത് ഇവനെ കൊന്ന അവൻ്റെത് നമുക്കെടുക്കാം, ഇതിന് അവന് വെറുതെ കൊടുക്കണേ? അങ്ങനെ ഇവര് 2 പേരും കൂടെ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. എന്നാൽ ഭക്ഷണം വാങ്ങാൻ പോയ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് ഇത്തിരി വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് 2 പേരും തിന്നിട്ടങ്ങ് ചാകുമല്ലോ, 3 എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാമല്ലോ പടച്ചവനെ. അവൻ സാധുവായിരുന്നു, അവൻ അങ്ങനെ ചിന്തിച്ചേ. അല്ലാഹുവേ, ഭക്ഷണത്തിനകത്ത് വിഷം കലർത്തി കൊടുത്ത ഇവന്മാര് തിന്നിട്ടങ്ങ് ചാവ്, ഒറ്റയ്ക്ക് എടുക്കാമല്ലോ. ചരിത്രം പറയുന്നു, ഈ മനുഷ്യൻ തിരിച്ചു വന്നപ്പോ ഇവന്മാര് 2 പേരും കൂടെ അവനെ കൊന്നു. അവൻ കൊണ്ടുവന്ന ഭക്ഷണം എടുത്ത് തന്നെ ഇവന്മാരും ചത്തു. എന്റെ പ്രിയമുള്ളവരെ, ഈസാ നബി അലൈഹിസ്സലാം മടങ്ങി വന്നപ്പോ പറഞ്ഞു, വരുമ്പോ 3 സ്വർണത്തിന്റെ കെട്ടുകളുമുണ്ട്, 4 മയ്യത്തും കിടക്കുന്നുണ്ട്. ദുനിയാവിന്റെ പുറകെ പോകുന്നവന്റെ അവസ്ഥ ഇതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ 3 അടയാളം നിങ്ങളിൽ ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നേരം വെളുക്കുന്നത് വരെ കാത്തിരിക്കണ്ട, ഇന്ന് തന്നെ തൗബ ചെയ്തോ, ചിലപ്പം വെളുപ്പിക്കൂല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി ഈ 3 അടയാളവും വന്നില്ല എന്ന് പറഞ്ഞ് ആരും ചിരിക്കണ്ട. സിറാജ് ഉസ്താദെ, എന്റെ ഒരു മുടിയും നരച്ചില്ല ഉസ്താദെ, എനിക്കൊരു അസുഖവുമില്ല, ഒരു വേദനയുമില്ല, എന്റെ ഗ്ലാമറിന് ഒരു നഷ്ടവും വന്നിട്ടില്ല എന്ന് വിചാരിച്ച് നീ ചിരിക്കണ്ട. ഈ 3 അടയാളവും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ദാനിയ. ഇത് 3ഉം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിന്നെ പോലെ പലരും രാവിലെ എഴുന്നേറ്റ് പോയതാ, വെട്ടിക്കീറി കൊണ്ടുവന്ന് കബറടക്കിയിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരുമ്പോ അത് പറയാൻ നിന്റെ നാവ് പൊങ്ങണോ മോനെ. പണത്തിനോടുള്ള ആർത്തി കളയടാ, നിനക്ക് അള്ളാഹു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. 2 നിർത്താറായോ? നിങ്ങൾക്ക് ബോറടിച്ച അപ്പൊ പറയണം. ഞാനങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. നിസ്കരിക്കുന്ന സമയത്ത് പോലും
നിസ്കരിക്കുന്ന സമയത്ത് പോലും ഇമാമ് ചെറിയ സൂറത്ത് ഓതിയിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ നമസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് ചെറിയ സൂറത്ത് ഓതിയിട്ട് നിസ്കരിക്കാവൂ. കാരണം എന്തേ? ഉസ്താദിന്റെ പുറകിൽ പ്രായമുള്ളവരുണ്ട്, രോഗികളുണ്ട്, അത്യാവശ്യക്കാരുണ്ട്. അവരൊക്കെ വയ്യാത്തവരാ. ഉസ്താദ് സൂറത്തിൽ ബക്കറ ഓതിയാ പുറകെ നിൽക്കണവര് ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് നിസ്കാരത്തിന്റെ സമയത്ത് പോലും ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ പിന്നെ വഅദ് പറഞ്ഞിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൂടി ഇരിക്കൂലേ? ഒരെണ്ണം കൂടെ പറയാം, അതും കൂടെ കേട്ടിട്ട് പിരിയാം ഇൻഷാ അല്ലാഹ്. കേൾക്കാൻ താല്പര്യമുള്ളവരുന്ന് കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടാ. ഒന്നും വേണ്ട, ബക്കറ്റിനകത്ത് എന്തെങ്കിലും ഇട്ടാ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യൻ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് ഇപ്പൊ ഞാൻ വഅദ് പറയാ, ഞാൻ ഈ സദസ്സിൽ നിന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് വീണു, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് ഞാൻ മരിച്ചു. എന്നെ ഖബറിൽ കൊണ്ടുവച്ച ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവോ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ കരുണയില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത രണ്ടാമത്തെ സ്ഥലം അത് 6 അടി മണ്ണിനകത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതുവസ്ത്രമെല്ലാം ധരിച്ചു സുഗന്ധമെല്ലാം തേച്ചു എല്ലാവരും കൊണ്ടുപോയി ഇറക്കി വെക്കുന്ന ഒരു വീടുണ്ടല്ലോ, ഖബർ എന്ന് പറയുന്ന ഭവനമുണ്ടല്ലോ. അല്ലാഹുവേ, അതിന്റെ അദാബിൽ നിന്ന്, അതിന്റെ ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമോ? ആരെങ്കിലും അങ്ങനെ രക്ഷപ്പെട്ടിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു. ഈ ചെറുപ്പക്കാരൻ മരിച്ചപ്പോ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയി. ഈ പ്രപഞ്ചം കരഞ്ഞ ദിവസമാ. അല്ലാഹുവേ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ കൊണ്ടുപോകുമ്പോ അല്ലാഹുവിന്റെ റസൂൽ തള്ളവരള കുത്തികെട്ടാ നടന്നു പോയത്. പ്രവാചകനോട് ചോദിച്ചു, നബിയേ, എന്തിനാണ് തള്ളവരുടെ കുത്തികെട്ട് നടക്കുന്നത്? യാ സ്വഹാബ, 70,000 മലക്കുകൾ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. സഹാബ, 70,000 മലക്കുകൾ നിസ്കാരത്തിൽ പങ്കെടുത്ത ചെറുപ്പക്കാരോ, നമസ്കാരം കഴിഞ്ഞു. 6 അടി മണ്ണിനകത്തേക്ക് മയ്യത്തിറക്കി വെച്ചിട്ട് പിടിമണ്ണ് വാരിയിടുമ്പോ അല്ലാഹുവിന്റെ റസൂല് വിളിച്ചു പറഞ്ഞു പോയി, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. പറ സ്വഹാബ, സുബ്ഹാനല്ലാഹ്. ആ ചെറുപ്പക്കാരന്റെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുബ്ഹാനല്ലാഹ് എന്ന് വിളിച്ചു പറയുമ്പോ സഹാബത്ത് ചോദിച്ചു, നബിയേ, പറയാനുള്ള കാരണം എന്താ നബിയേ? പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, സഹാബ, മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെച്ചപ്പോ ഖബർ ഞെരുക്കിയ സഹാബ. ആരെങ്കിലും ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു എന്ന് പ്രവാചകൻ പോലും പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയപ്പെട്ട വാപ്പാ, 6 അടി മണ്ണിനകത്തേക്ക് ഒരു ദിവസം നീ പോകേണ്ടവരാ. നാളെ ദുഹറിന്റെ സമയത്ത് ചിലപ്പോ നിന്നെയായിരിക്കും കൊണ്ടുപോയി ഖബറടക്കുന്നത്. ഒറ്റയ്ക്ക് പോയി കിടക്കേണ്ട വീടാണല്ലോ. എന്റെ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത്, അല്ലാഹുവേ, പ്രവാചകൻ അവിടെന്ന് പറയുന്നു, സ്വഹാബ, 6 അടി മണ്ണിനകത്തൊരു മനുഷ്യനെ കൊണ്ടുവെക്കുമ്പോ അതിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ?
അല്ലാഹു കരുണ ചെയ്തവർക്കല്ലാതെ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുമ്പോ വാപ്പാ പോകണമല്ലോ, ഉമ്മ പോകണമല്ലോ, ചെറുപ്പക്കാരാ പോകണമല്ലോ. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ മോനെ, എപ്പോഴാടാ വരുന്നതെന്നറിയില്ലല്ലോ. പടച്ചവരെ, കൊല്ലം ജില്ലയില് സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് കയറി വന്ന പ്രിയപ്പെട്ട പൊന്നുമോർ ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കൂട്ടുകാരുടെ കൂടെ നടന്നു വന്ന ചെറുപ്പക്കാർ തന്റെ വീടിനകത്തേക്ക് കയറുമ്പോ തന്റെ പ്രിയപ്പെട്ട അമ്മയല്ലേ അവന്റെ കഴുത്തിലെ ഷാള് വെച്ച് മുറുക്കിയിട്ട് കൊന്നുകളഞ്ഞത്. എന്റെ പ്രിയപ്പെട്ടവരെ, കാസർഗോഡ് ജില്ലയിൽ അല്ലാഹുവേ 8 കൊല്ലം കാത്തിരുന്നിട്ട് തനിക്കൊരു പൊന്നുമോളെ കെട്ടുകയാ. വിവാഹം കഴിഞ്ഞ് 8 വർഷം ദുആ ചെയ്തുകൊണ്ട് നടന്ന ഭാര്യയും ഭർത്താവ് അവസാനം അല്ലാഹു ഒരു പൊന്നുമോളെ കൊടുത്തു. അവസാനം എന്റെ പ്രിയമുള്ളവരെ, തനിക്കൊരു പൊന്നുമോളെ കിട്ടിയപ്പോ ആ മോളെ കയ്യിലെടുത്ത് വെച്ചിട്ട് കുഞ്ഞിന്റെ ചെവിയിൽ ആദ്യമായിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു തന്ന പൊന്നുമോള്, അല്ലാഹു തന്ന സമ്മാനമാണല്ലോ. തന്റെ പൊന്നാര മകളുടെ ചെവിയിൽ ഇങ്ങനെ ബാങ്ക് വിളിച്ചു ഹയ്യ അലസ്സലാ. അവിടെ ഇങ്ങനെ എത്തിയപ്പോ ശരീരം വല്ലാതെ തളരുകയാ, വല്ലാതെ ശരീരം വിയർക്കുന്നുണ്ട്. തന്റെ കയ്യിലിരുന്ന ചോരക്കുഞ്ഞിനെ അടുത്ത ആളിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് കസേരയിലൊന്ന് ചാരിയിരുന്ന് ചെറുപ്പക്കാരാ, 6 അടി മണ്ണിനകത്താടാ പൊന്നുമോനെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, തങ്ങളെ ഖബർ കണ്ടിട്ടില്ലല്ലോ, ഖബർ കണ്ടിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പള്ളിക്കാട്ടിലൊരു പച്ച മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് ഖബറടക്കുമ്പോ നീ കാണുന്നതല്ലടാ ഖബർ, അതല്ലടാ ഖബർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ലൗലം യഅലമു മാ യഅതീഹി ബഅദൽ മൗത്ത് മാ അകില അകിലാ വലാ ശരിബ ശുർബാ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, അതിനകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ചെങ്ങാണ് അറിയുമായിരുന്നെങ്കിൽ എന്റെ പൊന്നുമോനെ, കഴിക്കാൻ ഭക്ഷണമെടുത്തു, കുടിക്കാൻ വെള്ളമെടുത്തു, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂടി കരഞ്ഞിട്ടല്ലാതെ നിനക്ക് കഴിക്കാൻ കഴിയില്ല മോരെ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, ഒരു മനുഷ്യന്റെ മയ്യത്ത് നിന്നെ പോലെ ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളിൽ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കണ്ടുകൊണ്ട് കഴിഞ്ഞു പോയാ ഓരോ മനുഷ്യന്മാരുടെ മയ്യത്ത് കൊണ്ട് ഖബറിലിറക്കി വെച്ചിട്ട് അവിടെ നിന്ന് രാഷ്ട്രീയം പറയുന്നവരുണ്ട്, അവിടെ നിന്ന് തമാശ പറയുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് പച്ചയിറച്ചി തിന്നുന്നവരുണ്ട്, അവിടെ നിന്നുകൊണ്ട് ചിരിക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, മോനെ, ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കല്ലേ. ഈ ദുനിയാവിന്റെ തുലിക്ക് മുകളില് 6 സ്ഥലങ്ങളിൽ ചിരിക്കാൻ പാടില്ല. ആരെങ്കിലും 6 സ്ഥലങ്ങളിൽ തന്റെ പല്ല് വെളിയിൽ കാണുന്ന രീതിയിൽ ചിരിച്ചാ പരലോകത്ത് വരുമ്പോ നിന്റെ തല പട്ടിയുടെ തല പോലെ ഇരിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ 6 അടി മണ്ണിനകത്ത് രക്ഷപ്പെടണോ, 6 അടി മണ്ണിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടണോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാൽ നിന്റെ 6 അടി മണ്ണ് നിനക്ക് 6 അടി മണ്ണില് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി, 6 അടി മണ്ണ് പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതിയാ മതി. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ, 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 ഉറക്കപ്പറ, ഓതിക്കൂടെ. ചെറിയൊരു സൂറത്ത, ഒരുപാട് വലുതൊന്നുമല്ല. നിയ്യത്ത് ചെയ്യുന്നവര് കൈവക്ക്, നിയ്യത്ത് ചെയ്യുന്നവർ 6 അടി മണ്ണ് മണിയറയാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ.
അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഏത് സൂറത്തെന്നറിയോ? ഏത് സൂറത്തെന്നറിയോ? സൂറത്തുൽ മുൽക്ക്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 30 ആയത്തെങ്ങാണ്ടുണ്ട്. 2.25 പേജേ ഉള്ളൂ. 2.25 പേജ് മാത്രമുള്ള ഈ സൂറത്ത് മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ആരെങ്കിലും ഓതിയാൽ അവന്റെ 6 അടി മണ്ണിൽ അവന് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയിൽ ഇവിടെ സൂറത്തുൽ മുൽക്ക് ഓതുന്നത് പോയിട്ട് ടിവിയുടെ ഫ്രണ്ടിലിരുന്ന് സീരിയൽ കാണുന്ന സമയ. പെണ്ണുങ്ങളൊക്കെ ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇങ്ങനെ സീരിയൽ കാണുന്ന സമയം അല്ലേ? അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കരയാ. സീരിയലിൽ ഒരു പെണ്ണ് പണത്തിന് വേണ്ടി അഭിനയിച്ചിട്ട് ഇങ്ങനെ കരയും. എന്റെ ഉമ്മാന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുക. നിന്റെ പെറ്റ തള്ളയെ ഓർത്തിട്ട് നീ കരഞ്ഞിട്ടുണ്ടോ? മരിച്ചുപോയ നിന്റെ ഉമ്മാനെ കുറിച്ച് ഓർത്തിട്ട് നിന്റെ കണ്ണിന്ന് വരെ നിറഞ്ഞിട്ടുണ്ടോ? ഉമ്മ ഇവിടെ വാപ്പാനെ കുറിച്ച് ഓർത്തിട്ട് കരഞ്ഞിട്ടുണ്ടോ? നിന്റെ കുടുംബത്തിൽ എത്രയോ പേര് മാരക രോഗം പിടിച്ചിട്ട് കിടപ്പിക്കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നു. നീ ആലോചിച്ച് കരഞ്ഞിട്ടുണ്ടോ? നിനക്ക് ചന്ദനമഴയും പരസ്പരവും കണ്ടാൽ നിന്റെ കണ്ണ് നിറയും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. കരച്ചല. എന്നിട്ട് പറയാ, ഉസ്താദേ ഞാൻ പറഞ്ഞ എന്റെ മക്കള് കേൾക്കണില്ല, എനിക്ക് കണ്ണീരാ, സമാധാനമില്ല. കൊല്ലം ജില്ലയിൽ ഒരു പെണ്ണ് പടച്ചോനെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കാണാം. സ്വന്തം കുഞ്ഞ് സ്കൂള് വിട്ട് വന്നപ്പോ കഴുത്തിൽ ഷാലിട്ട് മുറുക്കിയിട്ടിട്ട് കത്തിച്ച് കളഞ്ഞു. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ സീരിയലും സിനിമയൊക്കെ നല്ലതുപോലെ കണ്ടോ? എങ്ങനെയാ കൊല്ലണ്ടെന്നറിയാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദ്യം നിന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയൂ, ഉസ്താദേ മക്കളൊന്നും ഞാൻ പറയണത് അനുസരിക്കണില്ല, മക്കളൊന്നും ഞാൻ പറയുന്നത് അനുസരിക്കണില്ല. എങ്ങനെ അനുസരിക്കാനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ആദ്യം നിങ്ങൾ നന്നാവൂ, എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാൻ നോക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവർക്കും ഉപദേശിക്കാൻ 1000 നാവാം. വാപ്പ വീടിന്റെ മുന്നിൽ ഇരിക്കും, ബാങ്ക് വിളിക്കുമ്പോ മോനോട് പറയും പള്ളിയിൽ പോടാ, നിസ്കരിക്കാൻ പോടാ. ഞാനിവിടെ ഇരുന്നോളാം. വാപ്പായ്ക്കൊരു അസുഖവുമില്ല. വാപ്പ വീട്ടിൽ ഇരുന്നിട്ട് മക്കളോട് പറയും നിസ്കരിക്കാൻ പോകാൻ. മഗ്രിബിന്റെ സമയമായി. ഉമ്മ മോളോട് പറയും ഖുർആനോത്, നിസ്കരിക്ക്, സലാത്ത് പറ. ഞാനിവിടെ ഹജ്ജ് ചെയ്തോണ്ടിരിക്കുക ടിവിയുടെ ഫ്രണ്ടിൽ. ഇതാവസ്ഥ. എല്ലാവർക്കും ഉപദേശിക്കാൻ വലിയ കാര്യമാണ്. പക്ഷെ ഉപദേശിക്കേണ്ടത് എങ്ങനെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ ഒരു മകനെയും കൊണ്ടുവന്നു. ഒരു ചെറിയ മകനെ കൊണ്ടുവന്ന് പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നബിയെ മധുരം അധികമായിട്ട് വാരി വാരി തിന്നുന്ന നബിയെ. ആര് പറഞ്ഞിട്ട് ഇവൻ കേൾക്കണില്ല, ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്ന നബിയെ. ഇങ്ങൊന്ന് പറ നബിയെ, എന്റെ പൊന്നുമോൻ കേൾക്കും. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഉമ്മ നിങ്ങൾ പോയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വാ. പറഞ്ഞു വിട്ടു. ഈ ഉമ്മ തന്റെ മകനെയും കൊണ്ട് മടങ്ങിപ്പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എല്ലാ ഉമ്മമാരും കേട്ടോ, മക്കളുടെ വീട്ടിലുള്ള മക്കളെ ഉപദേശിക്കണ എല്ലാ വാപ്പയും ഉമ്മയും കേട്ടോ. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഉമ്മ തന്റെ പൊന്നുമകനുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ ആ മകനെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, മോനെ മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനാണോ നബിയെ ഒരാഴ്ച എടുത്ത്? അന്നേ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു? ഇതായിരുന്നെങ്കിൽ അന്നേ അങ്ങ് പറഞ്ഞുകൂടെ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ പറഞ്ഞു, ഉമ്മാ മധുരം അധികമായിട്ട് ഞാൻ കഴിക്കാറുണ്ട്, ആദ്യം ഞാനൊന്ന് കുറയ്ക്കട്ടെ എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആദ്യം നീ ഒന്ന് നന്നാകു പെണ്ണെ, നീ നിസ്കരിക്ക്, നീ ഖുർആനോത്, നീ നല്ല കാര്യങ്ങൾ ചെയ്. നിന്റെ മക്കളോട് പറയണ്ട, അവര് ചെയ്യും. നിന്റെ മക്കളോട് നിസ്കരിക്കടാ എന്ന് നീ പറയണ്ട. നീ നിസ്കരിക്കുന്നത് കണ്ടു വളർന്ന മക്കള് അവര് നിസ്കരിക്കും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, മഗ്രിബിന്റെയും ഇശാഇന്റെ ഇടയിലുള്ള സമയമുണ്ടല്ലോ, അപ്പോഴല്ലേ സൂറത്തുൽ യാസീൻ ഓതേണ്ടത്, അപ്പോഴല്ലേ സൂറത്തുൽ വാഖിഅ ഓതേണ്ടത്, സൂറത്തുൽ സജ്ദ ഓതേണ്ടത്, അല്ലാഹുവേ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഗ്രിബിന്റെ ഇശാഇന്റെ ഇടയില് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ മുൽക്ക് ഓതിയ നിന്റെ 6 അടി മണ്ണിനകത്ത് പ്രകാശമുണ്ടാകും, നിനക്ക് രക്ഷ കിട്ടുമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, പടച്ചവരെ സീരിയലിലെ പെണ്ണിന്റെ കണ്ണീര് കണ്ടിട്ട് കൂടെ ഇരുന്ന് കരയുന്ന ഉമ്മ,
അവരൊന്നുമല്ല നായികമാര്, അവരെല്ലാം അഭിനയമാണ്. പണത്തിന് വേണ്ടി അഭിനയിക്കുന്നവരാണ്. പക്ഷെ അഭിനയിക്കാത്തവരെ പെണ്ണിനെ ഞാൻ പറഞ്ഞു തരട്ടെ, നിന്നെപ്പോലെ വിചാരമുള്ള പച്ചയിറച്ചിയുള്ള കാടാരടകുള്ള അല്ലാഹുവേ ഒരു പെണ്ണ് എത്രയോ സഹോദരിമാര് കഴിഞ്ഞു പോയി. പെങ്ങളൂ, എന്റെ പ്രിയപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ പടച്ചവനെ തന്റെ വീടിനകത്ത് ആരും കാണാതെ സ്വന്തമായിട്ടൊരു ഖബർ കൊടുക്കുകയാ. തന്റെ വീടിനകത്ത് സ്വന്തം കൈകൊണ്ട് നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ഒരു ഖബർ കൊടുക്കുകയാ. എന്നിട്ട് ഖബർ കുടിച്ചിട്ട് ഖബറിനകത്ത് ഇറങ്ങിയിരുന്ന് നിസ്കാരമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ആറടി മണ്ണിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് 4000 പ്രാവശ്യം അല്ലാഹുവിന്റെ ഖുർആൻ മുഴുവനും ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർക്കുകയാ. പക്ഷേ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ആറടി മണ്ണിനകത്തിരുന്ന് ഏറ്റവും പ്രാവശ്യം ഓതിയ ഒരു ആയത്തുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ഒരു ആയത്തുണ്ടായിരുന്നു. ഈ ആയത്തോതിയിട്ട് നഫീസ് റളിയല്ലാഹു തആല അൻഹാ കരഞ്ഞ് ഖബറിനകത്ത് തളർന്നു വീഴുമായിരുന്നു. അല്ലാഹുവേ, ഏറ്റവും കൂടുതൽ പ്രാവശ്യം ഓതിയ ആയത്ത് ഏതെന്നറിയുമോ? ഇന്നലതൈനാ അൻകാലം വജഹീമാ وطعاما ذا غصة وعذابا أليما. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹാ ആരും കാണാതെ വീടിനകത്ത് കുളിച്ചിട്ടിരിക്കുന്ന ഖബറിനകത്ത് ഇറങ്ങിയിരുന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആനിലെ ഈ ആയത്തോതിയിട്ട് കരയുകയാണ്. കരഞ്ഞ് തളർന്നു വീഴുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മൈമൂനത്തുൽ മിസ്രിയാനെ നിനക്കറിയുമോ പൊന്നുമോള്? മൈമൂനത്തുൽ മിസ്രിയ എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യാസീൻ ഇങ്ങനെ ഓതുകയാണ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ ലറായികി മുത്തഖൂൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദ്ഊൻ. നാളെ പടച്ചവന്റെ സ്വർഗത്തില് ഒരു ഭാര്യയും ഭർത്താവും തന്റെ മക്കളുടെ കയ്യിൽ പിടിച്ചിട്ട് സുന്നത്തിന്റെ ചാരിക സൂര്യയില് അവരിൽ നിന്ന് സുഖിക്കുമെന്ന് ഖുർആൻ പറയുന്ന ആയത്തോരുമ്പോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ വിവാഹം കഴിച്ചിട്ടില്ല. അവിടെ നിന്ന് റബ്ബിനോട് ദുആ ചെയ്തു, അല്ലാ, എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ് റബ്ബേ? എന്റെ സ്വർഗത്തിലെ ഭാര്യയെ എനിക്ക് കാണിച്ചു തരണയല്ലോ. എന്റെ സ്വർഗത്തിലെ ഭാര്യ ആരാണ്? എനിക്ക് ഈ ദുനിയാവിൽ വെച്ച് തന്നെ കാണിച്ചു തരണേ തമ്പുരാന്. അവിടെ നിന്ന് ദുആ ചെയ്യുകയാ. പാതിരാത്രി കിടന്നുറങ്ങുമ്പോ അവിടെ നിന്ന് സ്വപ്നത്തിൽ കാണിച്ചു കൊടുക്കുകയാണ്. അല്ലാഹുവേ, മൈമൂനത്തുൽ മിസ്രിയ പടച്ചറപ്പ് കാണിച്ചു കൊടുക്കുകയോ. റബിയ ഉറക്കത്തിൽ നിന്ന് ചാടിയെടുത്തു. തന്റെ സ്വർഗത്തിലെ ഭാര്യയൊന്ന് ജീവനോടെ കാണണമല്ലോ. തന്റെ സ്വർഗത്തിലെ ഭാര്യയെ ജീവനോടെ ഒന്ന് കാണണമല്ലോ. അല്ലാഹുവേ, എഴുന്നേറ്റ് രാജ്യത്തേക്ക് മിസ്റിലേക്ക് കടക്കുകയാ. അല്ലാഹുവേ, ലോകമറിയുന്ന പണ്ഡിതനാണ്. ആ നാട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ ജനങ്ങൾ ചോദിച്ചു, എന്താണ് വന്നത്, എന്തിനാണ് വന്നത്? അവിടെ നിന്ന് പറഞ്ഞു, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാമെന്നതാണ്. ജനങ്ങൾ തെരഞ്ഞു നടക്കുകയാണ്. ഈ പണ്ഡിതൻ അന്വേഷിക്കുന്ന മൈമൂനയാരാ? അവസാനം ജനങ്ങൾ വന്ന് പറഞ്ഞു, തങ്ങള് മൈമൂന എന്ന പേരുള്ള 3 പെണ്ണുങ്ങൾ ഈ നാട്ടിലുണ്ട് തങ്ങള്.
പക്ഷേ നിങ്ങൾ തിരയുന്നവര് 3 പേരുമല്ല. കാരണം അവർ അല്ലാഹുവിനെ പേടിയില്ലാത്തവരാ, അവര് പടച്ചുറപ്പിനെ മറന്നു ജീവിക്കുന്നവരാ. റബിയ പറഞ്ഞു, അല്ല, മൈമൂന എന്ന് പറയുന്ന ഒരു പെണ്ണി നാട്ടിലുണ്ട്, അവളെ കാണാതെ ഞാൻ പോകില്ല. ആ സമയത്തൊരു മനുഷ്യൻ പറയുന്നു, തങ്ങളെ, മൈമൂന എന്ന് പേരുള്ള ഒരു ഭ്രാന്തി പെണ്ണുണ്ട് തങ്ങളെ, അവൾക്ക് ഭ്രാന്താ തങ്ങള്, അവള് പാതിരാത്രി പാട്ടുപാടുന്നവളോ, അവള് ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്നവളോ. റബിയ പറഞ്ഞു, എങ്കിലും ഞാൻ പറയുന്ന മൈമൂന അവളാ. അവളുടെ വീട് എവിടെയെന്ന് ചോദിക്കുമ്പോ ജനങ്ങൾ പറഞ്ഞു, പർവ്വതത്തിന്റെ മുകൾ തട്ടിലാടൂ, രാത്രിയിൽ മാത്രമേ ഇറങ്ങി വരാറുള്ളൂ. റബിയ കടന്നു ചെല്ലുമ്പോ തന്റെ സ്വർഗത്തിലെ മണവാട്ടിയ കാടാ പർവ്വതത്തിന്റെ മുകൾ തട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മൈമൂന നമസ്കാരത്തിലാ. അവിടത്തെ നമസ്കാരം കഴിഞ്ഞു. റബിയ പറഞ്ഞു, അസ്സലാമു അലൈക യാ മൈമൂന. സലാം പറഞ്ഞു തീരുമ്പോ അവിടെന്ന് പറഞ്ഞു, വഅലൈക്കുമുസ്സലാം റബിയ. റബിയ ചോദിച്ചു, ജീവിതത്തിൽ ആദ്യമായിട്ടാ നമ്മൾ പരസ്പരം കാണുന്നത്, എന്റെ പേരെങ്ങനെ മനസ്സിലായി? അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. എന്നെ കാണാമെന്നതല്ലേ, എന്റെ സ്വർഗത്തിലെ പുതുമണമാണനല്ലേ, എന്റെ സ്വർഗത്തിലെ ഭർത്താവല്ലേ. പടച്ചവരെ, മൈമൂന പറയുന്നു, റബിയ, എനിക്കൊരാഗ്രഹമുണ്ട് റബിയ. പെണ്ണ് കാണാമെന്നവനോട് അല്ലാഹുവേ മണവാട്ടി പറയുകയാണ്, എനിക്കൊരഭിലാഷമുണ്ട്, എനിക്കൊരു മോഹമുണ്ട്, ഒന്ന് സാധിച്ചു തരുവോ റബിയ? എന്താണ് മൈമൂന? റബിയ, നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹുവിന്റെ ഖുർആനും ഓതുവോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് ഓതുന്നത് കേൾക്കാ വല്ലാത്ത കൊതിയാണ് റബിയ. പരിശുദ്ധമായ ഖുർആനും ഓതുവോ? തന്റെ പുതുമണവാട്ടിയുടെ അഭിലാഷമാണല്ലോ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുക്കുകയാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ എടുക്കുകയാ. തന്റെ സ്വർഗത്തിലെ ഭാര്യയാണല്ലോ, തന്റെ മണവാട്ടിയാണല്ലോ. അല്ലാഹുവേ, ഒരു സൂറത്ത് ഓതിക്കൊടുക്കുകയാ. ഏത് സൂറത്താ ഓതിക്കൊടുത്തത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു ഔ മിൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. റബിയ ഓതുകയാ, മൈമൂന കേട്ടുകൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ, ഓതി ഓതി ഇന്നലദൈനാ അൻകാനൻ വജഹീമാ. ഈ ആയത്തെത്തിയപ്പോ രണ്ടുപേരുടെയും കൈകാല് വിറയ്ക്കുകയാ, രണ്ടുപേരുടെയും കണ്ണ് നിറയുകയാ. പടച്ചവരെ, മൈമൂന പറയുന്നു, റബിയ ഒന്നുകൂടെ ഓത് റബിയ, ആയത്തൊന്നുകൂടെ ഓത് റബിയ. എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന, എന്നെ കൊണ്ട് കഴിയില്ല മൈമൂന. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്ത് ഓതിയിട്ട് രണ്ടുപേരും ഇരുന്ന് കരയുകയാണ്. മൈമൂന പറയുന്നു, റബിയ എന്റെ അഭിലാഷവാ റബിയ, എന്റെ മോഹമാണ് റബിയ, ഒന്നുകൂടെ ഓത് റബിയ. റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തിട്ട് അവിടുന്ന് ഓതുന്നു, ഇന്നലദൈനാ അൻകാലം വജഹീമാ വതഅമൻ ഉസ്സതി വഅദാബൻ അലീമാ. നാളെ നരകവാസികളെ ചെങ്ങലയിൽ കെട്ടിയിട്ട് കൊണ്ടുവരുന്ന രംഗത്തെ കുറിച്ച് പറയുന്ന ആയത്ത് വരുമ്പോ
രണ്ടുപേരെ തളർന്നു വീഴുകയാ, രണ്ടുപേരെ തളർന്നു വീഴുകയാ. ഈ വയൽ കേൾക്കാൻ ഓടി വന്ന പെങ്ങള് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരു ആയത്ത് കേട്ടിട്ട് നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചുപോയി പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരു ആയത്ത് കേട്ടിട്ട് അവിടുന്ന് ഹൃദയം പൊട്ടി മരിച്ചുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഖുർആനൊന്ന് മുറുകെ പിടിക്കുമോരേ, ഒന്നോതാനുള്ള മനസ്സ് കാണിക്കുമോരേ, ഒരു നല്ല മരണം കിട്ടണമെന്ന് കൊതിക്കുന്നവനല്ലേ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, തന്റെ വീടിനകത്തിരുന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്, സൂറത്തുൽ ബഖറ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് തന്റെ വീടിനകത്തേക്ക് ശത്രുക്കൾ കടന്നു വരുന്നത്. ഒരു പിടിച്ച വാളുമായി വീടിനകത്തേക്ക് കടന്നു വരുമ്പോ അല്ലാഹുവേ, മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് തടയുകയാ. അല്ലാഹുവേ, അവർ രണ്ട് കൈയും വെട്ടിമുറിക്കുകയാണ്, രണ്ട് കാലും വെട്ടിമുറിക്കുകയാണ്. ഉസ്മാൻ തങ്ങളുടെ ഭാര്യയുടെ മുടിയിൽ പിടിച്ചിട്ട് വലിച്ചിടച്ച് വീടിന്റെ വെളിയിലേക്ക് വലിച്ചെറിയുമ്പോ ശത്രുക്കളെ പിറകിലൂടെ കടന്നു വന്നിട്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് കടാര കുത്തിയിറക്കിയിട്ട് തന്റെ കുടൽമാല വെളിയിലേക്ക് വീഴുമ്പോ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാ. കുത്തികൊണ്ടിട്ട് താഴേക്ക് വീഴുമ്പോഴും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഖുർആൻ വല്ലാത്ത സ്നേഹമായിരുന്നു. ഒരു മരണസമയത്ത് പോലും തന്റെ കയ്യിലിരുന്ന ഖുർആൻ വിട്ടില്ല. അവസാനം മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു ചുടുതുള്ളി രക്തം ഇങ്ങനെ ശരീരത്തിൽ നിന്ന് അല്ലാഹുവിന്റെ ഖുർആനിന്റെ മുകളിലേക്ക് വീഴുകയാ. ഏതായത്തിന്റെ മുകളിലാണ് വീണതോ? പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിൽ തന്റെ ചുടുരക്തം ഇങ്ങനെ വീണിട്ട് ലോകത്തോട് യാത്ര പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മോനെ, ഒരു നല്ല മരണം വേണ്ടേടാ, ഒരു നല്ല മരണം വേണോ പൊന്നു മോനെ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എപ്പോഴെവിടെ വെച്ചാണ് വരുന്നതെന്നറിയില്ല. ഒരുപാട് ചിരിക്കല്ലേ, ഒരുപാട് ആസ്വദിക്കല്ലേ, പടച്ചറപ്പിനെ മറന്നു പോകല്ലേ. ഒരുപാട് ചിരിക്കണമെന്ന് തോന്നുമ്പോ, ഒരുപാട് സന്തോഷമുണ്ടാകുമ്പോ കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി വൽ മൗതു അദിനാ മിൻ ശിറാഖിനലിഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിലേക്കൊന്ന് നോക്കടാ. ആ ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. മരണം നിന്റെ കൂടെയുണ്ട് ചെറുപ്പക്കാരാ. എടാ, ജീവിതത്തിൽ ഒരിക്കലേ ചിരിക്കാറൂ. അത് സന്തോഷമുണ്ടാകുമ്പോഴല്ല, പണം കിട്ടുമ്പോഴല്ല, കല്യാണ രാത്രിയിലല്ല, മക്കളെ കാണുമ്പോഴല്ല, തമാശ കേൾക്കുമ്പോഴല്ല, സന്തോഷമുണ്ടാകുമ്പോഴല്ല. ജീവിതത്തിൽ ഒരിക്കലേ മനസ്സറിഞ്ഞിട്ട് ചിരിക്കാവൂ. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയുവോ? അന്തല്ലദീ വലദതു ഉമ്മുക ബകിയാ والناس حولك يلحقون سرورا وجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. എപ്പോഴാണ് ചിരിക്കേണ്ടതെന്നറിയുവോ? എന്റെ പ്രിയപ്പെട്ട യുവത്വേ, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ച സമയമുണ്ടല്ലോ. അല്ലാഹുവേ, നീ നിന്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമുഖത്തേക്ക് കടന്നു വന്ന സമയമുണ്ടല്ലോ. ആ സമയത്ത് ശപിക്കപ്പെട്ട ശൈത്താൻ നിന്റെ മുന്നിലേക്ക് ഓടി വരികയാ, നിന്റെ മുന്നിലേക്ക് ഓടി വരികയാ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു വന്ന നിന്റെ ശരീരത്തെ നുള്ളികെട്ടവന് നോവിക്കുകയാ. വല്ലാത്ത വേദനയാ. ഞാനും നിങ്ങളും വേദന കണ്ടു കിടന്ന് പുളഞ്ഞ് കരയുമ്പോ
ഈ ശപിക്കപ്പെട്ടവന് മാറി നിന്നിട്ട് ചിരിച്ചു പോരെ. നമ്മളെല്ലാവരും കരയുന്നത് കണ്ടിട്ട് അവന് ചിരിച്ചടാ ചെറുപ്പക്കാരാ, അവൻ സന്തോഷിച്ചടാ ചെറുപ്പക്കാരാ. നീ കരഞ്ഞ സമയത്ത് അവന് ചിരിച്ചവരാടാ, നീ കരഞ്ഞപ്പോ നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരാടാ. അതുകൊണ്ട് പൊന്നുമോനെ വജ്ഹദിലി നഫ്സിക അന്തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മോനെ നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും പടച്ചവരെ എല്ലാവരും കരയുന്ന ഒരു ദിവസമുണ്ട് പൊന്നുപോരേ. നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് വാപ്പയും ഉമ്മയും ഭാര്യയും മക്കളും ും കൂട്ടുകാരും മലക്കുകളുമല്ല. നീ മരിച്ചാൽ ആദ്യം കരയേണ്ടത് ആരെന്നറിയുമോ? സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത് നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ച ശൈത്താൻ അവൻ നിന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. മരിച്ചുപോയ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ ഉമ്മയുടെ രൂപത്തില്, നിന്റെ കൂട്ടുകാരുടെ രൂപത്തില് കയ്യിലെ വെള്ളവും പിടിച്ചുകൊണ്ട് ഇടത് ഭാഗത്തേക്ക് കടന്നു വന്നിട്ട് അവന് പറയുന്നു, മോനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയല്ലേ, കുടിക്കാ വെള്ളം തരാമോനെ എന്ന് പറഞ്ഞുകൊണ്ടവൻ നമ്മളെ ചതിക്കാൻ നോക്കുന്ന സമയത്ത് പോടാ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞിട്ട് അസ്റായീൽ അലൈഹിസ്സലാമിന്റെ നെറ്റിയിൽ എഴുതി വച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ വായിച്ചിട്ട് മരിക്കണം ചെറുപ്പക്കാരാ. അതാടാ മരണവ്, അതാടാ മരണവ്. നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തരാൻ ആരും വേണ്ട. നിന്റെ റൂഹ് പിടിക്കുന്ന മരക്കിന്റെ മുഖത്തെഴുതി വെച്ചിരിക്കുന്ന ഷഹാദത്ത് കലിമ നീ ഉറക്കെ പറഞ്ഞു മരിച്ചിട്ട് പടച്ചുറപ്പിന്റെ സ്വർഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോകുന്ന കാഴ്ച കാണുമ്പോ ശപിക്കപ്പെട്ട ശൈത്താൻ നെഞ്ചുപൊട്ടികെട്ട് കരയണം മോനെ, നെഞ്ചുപൊട്ടികെട്ട് കരയണമുമ്മ. അല്ലാഹുവേ, അല്ലാഹുവേ ഒരു നല്ല മരണം തരണേ അല്ലാ. ശപിക്കപ്പെട്ടവന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെട്ടു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞ് സ്വർഗം കണ്ട് വെള്ളിയാഴ്ച രാവിലെ മരിക്കുന്നവരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് കാണുന്നവരെ മുഴുവനും ഞങ്ങൾ മരിച്ചതുപോലെ മരിക്കാ കൊതിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ സംഘാടകരെ ബക്കറ്റുമായിട്ട് മുന്നിലേക്ക് കടന്നു വരികയാ. വേറെ വലിയ പിരിവൊന്നുമില്ല, ഇതിലൂടെ കിട്ടുന്നതല്ലാതെ മറ്റൊന്നും അവർക്കില്ല. അവർ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുമ്പോ ശപിക്കപ്പെട്ട ശൈത്താനിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. ഇടല്ലേടാ, ഒരു രൂപ പോലും ഇടല്ലേ, നരകമാടാ നല്ലത്, നരകമാടാ നല്ലത്, പണമാടാ വലുത്. ശൈത്താനിന്റെ ചാരത്ത് നിന്ന് പറയുമ്പോ എടാ സ്വർഗമാടാ വലുതെന്ന് പറഞ്ഞ് ഒരു നല്ല മരണം കിട്ടി മരിക്കോ, സ്വർഗം കണ്ട് മരിക്കോ, ഈമാനോടുകൂടി മരിക്കാൻ ഒരു സദഖ ചെയ്യാൻ കഴിയുമോ? അല്ലാഹുവേ, അല്ലാഹുവേ ആരെല്ലാം ഒരു നല്ല സദഖ കൊടുക്കുന്നു അവർക്കൊരു നല്ല മരണം കൊടുക്കണേ അല്ലാ, ഒരു നല്ല മരണം കൊടുക്കണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ. ഈ സദഖ അതിനൊരു സബബാക്കണേ അല്ലാ.